പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന രണ്ട് അപ്ഡേറ്റുകൾ, രണ്ട് വ്യത്യസ്തമാർന്ന വീഡിയോകളെ സംബന്ധിച്ചുള്ളതാണ്. ഒന്ന് ബ്ലഡ് ലൈൻ സ്റ്റോറി ലൈനിന് ശേഷം ബാക്ക് സ്റ്റേജിൽ സംഭവിച്ച ഒരു വീഡിയോയെ സംബന്ധിച്ചും, രണ്ടാമത്തേത് WWE ഒരു പിന്നാമ്പുറ കാഴ്ചയെ സംബന്ധിച്ചുമാണ്, ഒരു സീക്രറ്റിനെ സംബന്ധിച്ചുമാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് ബ്ലഡ് ലൈൻ സ്റ്റോറി ലൈനെ സംബന്ധിച്ചുള്ളതാണ്. സ്മാക്ഡൗൺ എപ്പിസോഡിലെ മെയിൻ ഇവൻറ്റിലെ സെഗ്മെൻറ്റിന് ശേഷം എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. മെയിൻ ഇവൻറ്റിലെ സെഗ്മെൻറ്റിൽ ബ്ലഡ് ലൈനിലെ അംഗങ്ങളായ റോക്കും റോമൻ റെയിൻസും ഉന്നയിച്ച റസൽമീനിയയിലേക്കുള്ള ടാഗ് ടീം മാച്ചിൻ്റെ ചലഞ്ച് സെത്തും കോഡിയും ആക്സെപ്റ്റ് ചെയ്യുന്നതും പിന്നീട് കോഡി റോഡ്സ് റോക്കിനെ അപ്രതീക്ഷിതമായി മുഖത്ത് അടിക്കുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പെട്ടെന്ന് സ്മാക്ഡൗൺ ഒരു കൃത്യമായിട്ടുള്ള ഒരു രീതിയിൽ അവസാനിക്കാത്ത പോലെ, അവർ പെട്ടെന്ന് അവസാനിപ്പിക്കുന്നത് പോലെ നമുക്ക് കാണാൻ സാധിച്ചു എന്നുണ്ടെങ്കിലും അതിനുശേഷം എന്താണ് നടന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സ് ഒന്നും അറിയാൻ സാധിച്ചിരുന്നില്ല. ഒരു വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിച്ചത് റോക്കും റോമൻ റെയിൻസും റിങ് വിട്ട് പോകുന്നതാണ്. മറ്റൊരു വീഡിയോ ഇപ്പോൾ WWE ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് റോമൻ റെയിൻസ്, റോക്ക്, പോൾ ഹേമൻ, സോളോ സിക്കോവ തുടങ്ങിയവരൊക്കെ വളരെ ദേഷ്യത്തോടു കൂടി ബാക്ക് സ്റ്റേജിലേക്ക് വന്ന് ചേരുന്നതാണ്. എന്നാൽ ജിമ്മി ഊസോയുടെ മുഖത്ത് മാത്രം നമുക്ക് സന്തോഷം കാണാൻ സാധിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഡീറ്റെയിൽസിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. എന്തായാലും റോക്കും റോമൻ റെയിൻസും എല്ലാവരും വളരെ ദേഷ്യത്തിലാണ്. ഇനി വരുന്ന സ്മാക്ഡൗണിൽ ഇനിയൊരു തിരിച്ചാക്രമണം, അതുപോലെ തന്നെ വലിയൊരു ഫൈറ്റ് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ബ്ലഡ് ലൈനിൻ്റെ സ്റ്റോറി ലൈൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. രണ്ടാമത്തെ അപ്ഡേറ്റ് മറ്റൊരു വീഡിയോയെ സംബന്ധിച്ചാണ്. WWE ഒരു പിന്നാമ്പുറ കാഴ്ചയെ സംബന്ധിച്ചാണ് പങ്കുവെക്കാനുള്ളത്. ചെറിയൊരു സീക്രറ്റിനെ സംബന്ധിച്ചാണ് പങ്കുവെക്കാനുള്ളത്. മറ്റൊന്നുമല്ല, WWE എങ്ങനെയാണ് അവരുടെ വീക്ക്ലി എപ്പിസോഡ്സ് കൃത്യമായി 3 മണിക്കൂറിലും 2 മണിക്കൂറിലും അവസാനിപ്പിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചൊരു വീഡിയോ ആണ് നമുക്കിപ്പോൾ ലീക്കായി ലഭിച്ചിട്ടുള്ളത്. ഏറ്റവും അവസാനമായി കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിനെ തന്നെ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. അതിനോടനുബന്ധിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ ലീക്കായി ലഭിച്ചിട്ടുള്ളത്. റോക്കിൻ്റെ ആ ഒരു സെഗ്മെൻറ്റ് അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ സമയം കൂടുതൽ എടുക്കുമെന്നുള്ളത് മനസ്സിലായതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ ക്രൂവിലെ ഒരു അംഗം വന്ന് റോക്കിന് കൃത്യമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പാസ് ചെയ്യുന്നുണ്ട്. അതായത് സമയം ലാഗ് ആകുന്നുണ്ട്, സമയം തീരാൻ പോകുകയാണ്, സ്പീഡ് കൂട്ടണം സെഗ്മെൻറ്റിൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട്. അത് റോക്ക് മനസ്സിലാക്കുന്നു. റോക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു സെഗ്മെൻറ്റിൻ്റെ സ്പീഡ് കൂട്ടുന്നു. അത് കൃത്യമായി മനസ്സിലാക്കിയ കോഡി റോഡ്സ് എങ്ങനെയാണോ സെഗ്മെൻറ്റ് അവസാനിപ്പിക്കേണ്ടത് റോക്കിൻ്റെ മുഖത്തടിച്ചുകൊണ്ട് ആ ഒരു സെഗ്മെൻറ്റ് അവസാനിപ്പിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇത് ഒരിക്കലും നമുക്ക് ഓൺ സ്ക്രീനിൽ കാണാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു സീക്രട്ടാണ്. പ്രൊഡക്ഷൻ ക്രൂവിലെ അംഗം വന്ന് റെസ്ലേഴ്സിനോട് അവരുടെ ആ ഒരു സമയത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നു. ആ ഒരു കമ്മ്യൂണിക്കേഷൻ അവർ കൃത്യമായി മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ അവർ സമയം കൂട്ടണമെങ്കിൽ കൂട്ടുന്നു, അല്ലെങ്കിൽ കുറയ്ക്കണമെങ്കിൽ കുറക്കുന്നു. ഇവിടെ നമുക്ക് റോക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു സെഗ്മെൻറ്റിൻ്റെ സ്പീഡ് കൂട്ടുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ ആരാധകരെ സംബന്ധിച്ച് ഇത് വളരെ ആദ്യമായിട്ട് കാണുന്ന ഒരു വീഡിയോ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാനിതൊരു പിന്നാമ്പുറ കാഴ്ച എന്ന് പറഞ്ഞുകൊണ്ട് പങ്കുവച്ചത്. WWE സംബന്ധിച്ച് നമ്മൾ ഓൺ സ്ക്രീനിൽ കാണുന്നത് മാത്രമല്ല അവിടെ നടക്കുന്നത്, നമുക്ക് ഓഫ് സ്ക്രീനിൽ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇത്തരത്തിലുള്ള വീഡിയോസിൽ കുറേയധികം കമ്മ്യൂണിക്കേഷൻ അവർ പ്രൊഡക്ഷൻ ക്രൂവിൻ്റെ ഇടയിൽ നടത്തുന്നതോട് കൂടിയിട്ടാണ് അവർക്ക് കൃത്യമായി 3 മണിക്കൂറും 2 മണിക്കൂറുമുള്ള വീക്ക്ലി എപ്പിസോഡ്സ് നടത്താൻ സാധിക്കുന്നത്. അതിലൊരു വീഡിയോ ലഭിച്ചപ്പോൾ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അവരുടെ എക്സ്പീരിയൻസും അവരുടെ പ്രൊഫഷണലിസവും തന്നെയാണ് ഇങ്ങനെ കൃത്യമായി അവർക്ക് ഷോകൾ ആരംഭിക്കാനും അവസാനിക്കാനും സാധിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.